പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങൾ. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുന്നു. കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 2-ാമത്തെ ഉപമയത്. 1-ാമത്തെ ഉപമ കാണാതെ പോയ ആള്, 2-ാമത്തെ ഉപമ എന്ന് പറയുന്നത് കാണാതെ പോയ ദ്രഹ്മ. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിലെ ലൂക്കോസ് സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ ഈ ഉപമകൾ ഒരു ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നതാണ്. രക്തക്ഷയം എത്ര വായിച്ചാലും വീണ്ടും വീണ്ടും വായിക്കുവാനും ആവർത്തിച്ച് ചിന്തിക്കാനും ധ്യാനിക്കുവാനും ആത്മീയമായി നല്ല ചിന്തകൾ, നല്ല സന്ദേശങ്ങൾ ലഭ്യമാകുന്നതുമായ തിരുവെഴുത്താണ് ഇതിനകത്തുള്ളത്. ഞാൻ ഈ ദൈവവചനത്തിന്റെ പല വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ട്. പല ദൈവദാസന്മാരുടെ ചിന്തകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ അതിശക്തമായ ചിന്തകൾ, വ്യാഖ്യാനങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിൽ നിന്ന് ഒരുപാട് ചിന്തിച്ച് ആ ദൈവദാസൻ നൽകി തന്ന ചില ചിന്തകൾ കൂടിയാണ് പങ്കുവെക്കുന്നത്. പ്രേക്ഷകർ ഇപ്പൊ കാണാതെ പോയ ദ്രഹ്മ. ഹല്ലേലൂയ. നമുക്കൊരു സാധനം കാണാതെ പോയാൽ നമുക്ക് വളരെ സങ്കടമാണ്. അത് കണ്ടു കിട്ടിയില്ലെങ്കിൽ കണ്ടു കിട്ടുന്നത് നമുക്ക് ഭയങ്കര മാനസിക ടെൻഷൻ, പ്രയാസമാണ്. കാണാതെ പോയല്ലോ. പക്ഷെ കണ്ടു കിട്ടിയാൽ ഇവിടെ പറയുന്ന പോലെ ഹല്ലേലൂയ, സുഹൃത്തുക്കളെയും അയൽക്കാരെയും എല്ലാം വിളിച്ച് നമ്മൾ ആ കണ്ടു കിട്ടിയതിന് സന്തോഷം പങ്കുവെക്കും. പ്രേക്ഷകർ ഈ ഒരു ദ്രഹ്മ എന്ന് പറയുന്നത് അന്നത്തെ ഹല്ലേലൂയ ഒരാളുടെ ഒരു ദിവസത്തെ കൂലിയാണെന്നാണ് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരാളുടെ ഒരു ദിവസത്തെ കൂലി ഈ ദ്രഹ്മ എന്ന് പറയുന്നത് അതിന് വളരെ വിലപിടിപ്പുള്ളതാണ്. ഇസ്രായേലിൽ വിവാഹിതരാകുവാൻ പോകുന്ന പെൺകുട്ടികൾ വെള്ളിക്കാശുകളെ ഓരോന്നായി ചേർക്കും. പ്രൈസ് ദി ലോർഡ്. 10 വെള്ളിക്കാശുകൾ തികയുമ്പോൾ അത് പൂർണ്ണമായതിനാൽ അതൊരു ഹാരമായി കെട്ടിക്കഴുത്തി അണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അല്ലെങ്കിൽ അവൾ അതൊരു അന്തസ്സായി കണക്കാക്കും. വരനും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കും ഈ വധുവിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിൽ ഒരു നിയമമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ദിവസം ആ ഒരു സ്ത്രീയുടെ, ഹല്ലേലൂയ, ദ്രഹ്മയുള്ള സ്ത്രീയുടെ വെള്ളിക്കാശുകൾ അഥവാ ദ്രഹ്മയിൽ ഒന്ന് കാണാതെ പോയി. പ്രൈസ് ദി ലോർഡ്. ഉടനെ ആ സ്ത്രീ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി വളരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 9 വെള്ളിക്കാശുകൾ അവളുടെ കൈവശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രധാനപ്പെട്ട 10-ാമത്തെ വെള്ളിക്കാശാണ് കാണാത്തത്. വേണമെങ്കിൽ അവൾക്ക് ചിന്തിക്കാം, 9 എണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണമില്ലേ കളഞ്ഞു പോയല്ലോ, നാളെ ഒരു ദിവസം ജോലി ചെയ്താൽ ആ ഒരു ദ്രഹ്മ കിട്ടും, അല്ലെ ഒരു വെള്ളിക്കാശ് കിട്ടും. അത് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് അത് കഴുത്തിലണിയാം. അങ്ങനെ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൾ അതിനു വേണ്ടി തുനിയാതെ അവൾ പണിത് അവളുടെ കയ്യിലുള്ള ആ വേതനത്തിൽ നിന്ന് അവൾ ഒരു ഹാരമായി തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന, അല്ലേ അണിയാനിരിക്കുന്ന
ആ 10 ദ്രഹ്മയിൽ നിന്ന് ഒന്ന് കാണാതെ പോയപ്പോൾ കാണാതെ പോയ 10ാമത്തെ ദ്രഹ്മയ്ക്ക് വേണ്ടി അവളുടെ ആ പരിശ്രമം അത് കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നീട് ഒന്ന് കിട്ടുന്നു എന്നുള്ളതല്ല, കാണാതെ പോയത് എങ്ങനെയെങ്കിലും കണ്ടു കിട്ടണം. അതിന് ഭയങ്കര വില കൊടുത്തവള് അല്ലേ, മറ്റ്9 വില കൊടുക്കുകയാണ് കാണാതെ പോയ ആ 10ാമത്തെ ആ ദ്രഹ്മയ്ക്ക് വേണ്ടി. അല്ലേ, നിങ്ങളുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ജീവിക്കാം, നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. പലരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് ഈ 10ാമത്തെ വെള്ളിക്കാശ് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ട് കിടക്കുക. പ്രൈസോ, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു കൂസലുമില്ല. എന്നാൽ ഇവളങ്ങനല്ല. കാണാതെ പോയതിനു വേണ്ടി ആഗ്രഹത്തോടെ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി കാണാതെ പോയ ദ്രഹ്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അതിനുവേണ്ടി പണിപ്പെടുന്ന അവളെത്ര നല്ല ഒരു സ്ത്രീയാണ്. ചിന്തിച്ചു നോക്കി. ഉള്ളത് പറഞ്ഞ് കുടുംബം നോക്കാൻ പറ്റിയവളാണ്. കുടുംബത്തിനകത്ത് ഉത്തരവാദിത്തോടെ ഏൽപ്പിച്ചു പോകാൻ പറ്റുന്നവളാണ്. കാരണം കുടുംബത്തെ വളരെ സൂക്ഷ്മതയോടെ നോക്കാൻ കഴിവുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകും. അല്ലേ, ഇവിടെ 9 അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. 10 ദ്രഹ്മയിൽ നിന്ന് ഒന്ന് കാണുന്നത് പോയിട്ട് 9 അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. അല്ലേ, എന്നാൽ 10ാമത്തേതായ ആ വിലപിടിപ്പുള്ള അനുഗ്രഹം പ്രേക്ഷകർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഇവിടെ 9 അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. 10ാമത്തെ വിലപിടിപ്പുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവാണ്. പ്രേക്ഷകർ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. 10ാമത്തെ അനുഗ്രഹമായിരിക്കുന്ന വിലപിടിപ്പുള്ള നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ടോ? അതോ ക്രിസ്തു നിനക്ക് കളവായി പോയോ? ക്രിസ്തു നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ? ക്രിസ്തു നിന്റെ ജീവിതത്തിൽ കാണാതെ പോയോ? ഏറ്റവും വിലപിടിപ്പുള്ളത് നിനക്ക് നഷ്ടമായെങ്കിൽ നീ തിരിച്ചറിയണം, രക്തം ചെയ്യണം. അല്ലേലൂയ. അപ്പൊ എന്നാൽ 10ാമത്തേതായ വിലപിടിപ്പുള്ള യേശു ക്രിസ്തു, അല്ലേലൂയ, ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് നഷ്ടമായാൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര പരാജയം. നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിക്കും 1 കൊരിന്ത്യർ ലേഖനം 12ാം അധ്യായം 9 വരങ്ങളെ കാണാൻ കഴിയും. പ്രൈസ്. ഗലാത്യ ലേഖനം 5ാം അധ്യായം വായിക്കുമ്പോൾ 9 ഫലങ്ങളെ കാണാൻ കഴിയും. ആത്മാവിന്റെ 9 വരങ്ങളും 9 ഫലങ്ങളും. അല്ലേലൂയ. അപ്പൊ 9 ഫലങ്ങളും വരങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ വരങ്ങളെയും ഫലങ്ങളെയും നിങ്ങൾക്ക് നൽകിയ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പ്രൈസ്. അതൊരു ചോദ്യമാണ്. 9 ദ്രഹ്മ കൊണ്ട് 10ാമത്തെ വിലപിടിപ്പുള്ള ദ്രഹ്മ നഷ്ടപ്പെട്ടു. അതിനുവേണ്ടി അവൾ അന്വേഷിക്കുക. ഈ 10ാമത്തെ ദ്രഹ്മ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ആണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നുള്ള ആത്മാവിന്റെ 9 ഫലങ്ങളും വരങ്ങളും നിൽക്കുണ്ട്. 9 ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും നിനക്ക് നൽകിയ യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിനക്ക് എന്തെല്ലാം വരങ്ങളുണ്ടായതുകൊണ്ടും ഫലങ്ങളുണ്ടായതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഇന്ന് പലരുടെയും ജീവിതം ഇങ്ങനെയാണ്. അനവധി നന്മകളുണ്ട്, അനവധി അനുഗ്രഹങ്ങൾ, 8 മൂടാൻ സ്വത്തുണ്ട്, 5 8 തലമുറയ്ക്ക് കഴിക്കാനുള്ളതുണ്ട്, ഇഷ്ടംപോലെ വാരിക്കൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിനും ഭാരതത്തിനും ലോക രാജ്യങ്ങളിലെല്ലാം വലിയ വലിയ സൗധങ്ങളുണ്ട്. ആഡംബര കാറുകൾ മുറ്റത്ത് 10 50 ഉണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. ഒരുപാട് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പലർക്കും വലിയ സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന സഹോദര, ഏറ്റവും വിലപിടിപ്പുള്ള യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ്. നിനക്ക് ഈ നന്മകളെല്ലാം തന്നു, നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന, നിന്നെ കൊണ്ട് ഇത്രമാത്രം ശ്രേഷ്ഠമായ രീതിയിൽ നിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന യേശു നിന്റെ കൂടെ ഇല്ലെങ്കിൽ, യേശുവിനെ നിന്റെ ജീവിതത്തിൽ
നീ മാറ്റി നിർത്തിയാൽ നീ ചെയ്യുന്നതെല്ലാം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. അതുകൊണ്ട് 9 ഫലങ്ങളും വരങ്ങളും ഉണ്ടെങ്കിലും അതിനെ തന്നവനായ യേശു നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്കെല്ലാ കഴിവും പ്രാപ്തിയും ഒക്കെ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നിനക്കൊരുപാട് പാടാനറിയാം, പ്രാർത്ഥിക്കാനറിയാം, ബൈബിൾ വായിക്കാനറിയാം, ആത്മീയമായി നിനക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് നിനക്ക്. നീ നല്ല കഴിവുള്ളവളാണ്. പക്ഷെ യേശു നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടോ? യേശുവിനെ കൂട്ടിയാണോ നീ ജീവിക്കുന്നത്? യേശുവില്ലാത്ത ജീവിതമാണെങ്കിൽ കാണാതെ പോയ ദ്രഹ്മയ്ക്ക് വേണ്ടി അവളുടെ ഹൃദയത്തിന്റെ ഭാരം പോലെ, ആമേൻ, സ്തോത്രം, അങ്ങനൊരു ഭാരം നിനക്കുണ്ടോ? നിനക്ക് യേശു കളവായി പോയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ പോലെ ആഗ്രഹം അതിനെ കണ്ടെടുത്ത് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ. പ്രൈസലോട് ഹല്ലേലൂയ. എന്നാൽ അല്പമേ വീണ്ടും അല്ല, ഒന്നും മതിയെന്ന യേശു മാർത്തിയോടൊക്കെ പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ പലതിനെ ചൊല്ലി നീ വിചാരപ്പെട്ടു പോകരുത്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, പിന്നെ അവൻ യാത്ര പോകുകയും അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ അമ്മ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി, ഹല്ലേലൂയ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വീണ്ടും. ഹല്ലേലൂയ. അല്ല, ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത പോലെ നല്ല അംശമായിരിക്കുന്ന കർത്താവിനെ നീ തെരഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് 10 ദ്രവ്യയിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ ആ 10ാമത്തത് ഏറ്റവും വില കൂടിയ, ഏറ്റവും വിലമതിപ്പുള്ള, അവളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, അല്ലെങ്കിൽ ആ നല്ല അംശമായിരിക്കുന്ന 10ാമത്തെ ദ്രവ്യയ്ക്ക് വേണ്ടി അവൾ വിളക്ക് കത്തിച്ച് വീട് കൂടെ അടിച്ചു മാറി അത് കണ്ടുകിട്ടുന്നിടം വരെ അതിനുവേണ്ടി അവൾ നോക്കി നടക്കുക എന്ന് പറഞ്ഞതുപോലെ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ആത്മാവിന്റെ 9 ഫലങ്ങളും വരങ്ങളും നിനക്ക് എല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ? നീ നല്ല അംശമായിട്ട് ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പലരുടെ ഉള്ളിൽ യേശുവില്ല. പലരുടെ ഉള്ളിൽ യേശുവില്ല. പല വിശ്വാസികളുടെ ഉള്ളിലും യേശുവില്ല. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നൊരു മൂടുപടമാക്കി മാറ്റിയിരിക്കുക. ക്രൈസ്തവ വിശ്വാസം എന്ന് പണത്തിൻ്റെതായി മാറ്റിയിരിക്കുക, ബിസിനസ് ആക്കി മാറ്റിയിരിക്കുക. ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ ദുരുപദേശങ്ങളെ പിന്നാലെ വലിച്ചൊലിച്ചു കൊണ്ടുപോയി അതൊരു വലിയൊരു കച്ചവടശാല പോലെ, കച്ചവട സ്ഥാപനം പോലെ അങ്ങനെ പലരും അതിനെ ഇന്ന് വ്യാപാരം ചെയ്ത് സ്വന്തം കീശ വീർപ്പിക്കുകയാണ്. അവരുടെ ഉള്ളിൽ യേശുവില്ല. അല്ലെങ്കിൽ അവർക്ക് ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും 9 വീതം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവരത് കാണിക്കുന്നു, പ്രകടമാക്കുന്നത് എല്ലാം ചെയ്യുന്നെങ്കിലും വിലപിടിപ്പുള്ള യേശു അവരുടെ ജീവിതത്തില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ ജീവിതമല്ല ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നീ ആ ഒരു അനുഭവത്തിൽ മടങ്ങി വരണം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കർത്താവിനോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. അപ്പൊ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ അവൾ കർത്താവിന്റെ പാദത്തിൽ നിന്ന് വചനം കേട്ടതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ കാലഘട്ടത്തിൽ നീ മറിയെപ്പോലെ നല്ല അംശം തെരഞ്ഞെടുത്ത് നിനക്ക് ലഭിക്കുന്ന സമയങ്ങൾ മുഴുവൻ നീ ദൈവവചനം ധ്യാനിച്ചും വായിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് ചേർന്നിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് വരാൻ സമയമായി. യേശു ഏത് സമയത്ത് വരും, എപ്പോൾ വരും നിന്നോട് പറഞ്ഞിട്ടല്ല വരുന്നത്. അവന്റെ വരവ് അടുത്തിരിക്കുന്നതുകൊണ്ടും അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തുന്നതുകൊണ്ടും ബൈബിളിന്റെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് കൊണ്ടും നിനക്ക് നഷ്ടപ്പെട്ടു പോയ യേശുവിനെ എന്റെ ജീവിതത്തിലേക്ക് നീ മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി ഈ കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടുന്നവരെ വിളക്ക് കത്തിച്ച് വീടടിച്ചു മാറി അത് കണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ത്രീയെ പോലെ ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് നഷ്ടമായ ക്രിസ്തുവിനെ നീ നിന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. ക്രിസ്തു ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും നിത്യത ചെല്ലാൻ പറ്റത്തില്ല.
യേശു ക്രിസ്തു ഇവിടെ വന്നു കഴിഞ്ഞ് യേശു വന്നു കേട്ടിട്ട് സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. പലരും യേശു വന്നു പോകുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ദുരുപദേശക്കാരുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരും. കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ ദൈവത്തിന്റെ കാഹളത്തോടും ദൈവിക ദൂതന്മാരോടും കൂടെ വരുമ്പോൾ അവനെ എതിരേൽപ്പാൻ നീ എടുക്കപ്പെടണമെങ്കിൽ ഈ ഭൂമി നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലെ പ്രൗഢഗംഭീരമായ ജീവിതം നയിച്ച് യേശുവിനെ നഷ്ടപ്പെടുത്തിയ ജീവിതമാണെങ്കിൽ ഇന്ന് പകൽ യേശുവിനെ നിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല അംശമായി ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രാപിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിനക്ക് നിത്യതയെ പ്രവേശിക്കാൻ കഴിയില്ല. യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലൂടെ നിനക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 14:6 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലെത്തുകയില്ല. അതേ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അവനെ രക്ഷിതാവായി സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ഒരു മധ്യസ്ഥന്മാരിൽ കൂടെ ഒരു മധ്യസ്ഥകളിൽ കൂടെ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. നീ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചതുകൊണ്ടോ മധ്യസ്ഥതയോട് പ്രാർത്ഥിച്ചതുകൊണ്ടോ അവരെ നീ ജീവിതത്തിൽ പാഠമാക്കി അവരെക്കുറിച്ച് നീ പഠിച്ചതുകൊണ്ടോ അവരെക്കുറിച്ച് നീ എന്നും പറഞ്ഞതുകൊണ്ടോ ഒന്നും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. അങ്ങനെയുള്ളവരിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ലാത്തത് കൊണ്ടും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കബളിക്കപ്പെട്ടു പോകരുത്. 10 ദിരമേൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയ സ്ത്രീയെ പോലെ യേശു നഷ്ടപ്പെട്ടവളാണ് നീ. യേശു നഷ്ടപ്പെട്ടവനാണ് നീ. ഇന്നും നിനക്ക് യേശു ആരെന്ന് നിന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് അറിയാൻ കഴിയാതെ ഇന്നും നീ ലോകത്തിലുള്ള അവരെ നിന്റെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. നീ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. അപ്പൊ നിനക്ക് ആത്മാവിന്റെ 9 ഫലങ്ങളുണ്ടെങ്കിലും വരങ്ങളുണ്ടെങ്കിലും അത് തന്നവനായി യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം കട്ടപ്പുകയാ. കട്ടപ്പുകയെന്നൊക്കെ പറയലേ, അത് യേശുവില്ലാത്ത ജീവിതം എത്ര ശൂന്യമാണ്. യേശുവില്ലാത്ത ജീവിതം, യേശുവില്ലാത്ത കുടുംബം ശൂന്യതയാണ്, ശാപം പിടിച്ചതാണ്. അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ്, കരിതുള്ളി നിൽക്കുകയാണ്. സ്തോത്രം. അല്ലേ, ക്രിസ്തു നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദുരാത്മാവ് കയറുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു. ഒരു ദൈവദാസൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ആ കോളേജിന്റെ ബോർഡിൽ അവിടുത്തെ അധ്യാപകൻ കുറെ സിഗറോ ഇട്ടു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഈ സീറോയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, ഈ സീറോയ്ക്കൊന്നും ഒരു വിലയുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, ഹല്ലേലൂയ, ആ സീറോയ്ക്ക് പിന്നിൽ ഒന്നിട്ടാൽ ഹല്ലേലൂയ ആ പൂജ്യങ്ങൾക്കെല്ലാം വിലയാകും. അപ്പൊ പൂജ്യം ഇപ്പുറത്തേക്ക് ഒന്നിട്ടപ്പോൾ എന്ത് ചെയ്തു, സീറോ ഇന്ന് ഒരു വിലയില്ലാതെ പൂജ്യമായി കിടന്നത് പിന്നെ അത് 10 പിന്നെ 10 എഴുതിന്റെ അപ്പുറത്തേക്ക് എത്ര സീറോ ഇടുന്നോ അതെല്ലാം പിന്നെ വില കൂടിയ മൂല്യങ്ങളുള്ള ഇതായി മാറുന്നത് പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത അലിയ, ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. അതിൽ 17-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്ന പോലെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഏക സത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്റെ നിത്യജീവനാകുന്നു. അപ്പൊ ഏക സത്യദൈവമായ യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഇവിടെ പലരും പറയുന്നത് എന്താണ്, യേശു ദൈവമല്ലെന്നാണ്. യേശു ദൈവമല്ലെന്ന് പറയുന്നവരോട് നിങ്ങൾ ഈ ഒരു വാക്യം വായിച്ചു നോക്കിയാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, യേശുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. അതിൽ 3-ാമത്തെ, ഏക സത്യദൈവമായ നിന്നെയും, അപ്പൊ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് അത് തന്നെ നിത്യജീവൻ. ഹല്ലേലൂയ. അത് നിന്റെ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിലൂടെ നിനക്ക് ലഭിക്കുന്ന നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ഏക സത്യദൈവമായ നിന്നെയും പിതാവ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം എത്ര പരാജയമാണ് സഹോദര സഹോദരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിലയുള്ളതിനെ പലരും നീക്കിക്കളഞ്ഞു, വിലയുള്ളതിനെ പലരും ഉപേക്ഷിച്ചിട്ട് വിലയില്ലാത്തതിനെ കൊണ്ട് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ക്രൈസ്തവ വിഭാഗത്തിൽ നിൽക്കുന്ന ദൈവജനത്തോട് വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, ഏറ്റവും വില കൂടിയ ശ്രേഷ്ഠമായ ഏക സത്യ ദൈവമായി നിന്റെയും യേശുവിനെ അയച്ചിരിക്കുന്ന ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതം ഹല്ലേലൂയ ദുഃഖത്തിന്റെ കരിനിഴൽ വീണതാ. ഹല്ലേലൂയ. അപ്പം ഏകസത്യ ദൈവമായ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയാത്തവരെ എത്രയോ ആളുകളല്ലേ. അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഈ ക്രൈസ്തവരുടെ വിശ്വാസം എന്നൊക്കെ പറയാൻ എന്താണെന്നറിയോ, അങ്ങ് മരിച്ച ഉടനെ സ്വർഗത്തിൽ പോകുന്ന ക്രൈസ്തവരുടെ വിശ്വാസം, മരിച്ച ഉടനെ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിൽ പോയി. അവൻ കള്ളു കുടിച്ചാലും, തെറി പറഞ്ഞാലും, വീട്ടടിയുണ്ടാക്കിയാലും, ഭാര്യ ഉപേക്ഷിച്ചാലും, ബഹുഭാര്യത്തിൽ ജീവിച്ചാലും, ഏത് താന്തോത്തി നിരം കടന്ന് ജീവിച്ചാലും, കള്ളനായാലും, കൊലപാതകനായാലും, മോഷ്ടാവായാലും, കൊള്ളപ്പലിശക്കാരനായാലും, പലിശ വഴി കൈക്കൂലിക്കാരനായാലും, ഇവരെല്ലാം ഭാര്യ മക്കളെ അടിക്കുന്നവനായിരുന്നാലും, അയൽവാസിൽ അതിര് തോണ്ടുന്നവനായിരുന്നാലും, പിടിച്ചുപറിക്കാനായി ഇവരെല്ലാം അങ്ങ് സ്വർഗത്തിൽ പോകുന്ന ക്രൈസ്തവ വിശ്വാസത്തിലെ ചിന്ത ഒരിക്കലും സംഭവിക്കത്തില്ല കേട്ടോ സഹോദരൻ. ഒരിക്കലും സംഭവിക്കില്ല. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഉള്ളതല്ല സ്വർഗം. പ്രൈസ്. ഒരു കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഉള്ളതല്ല അല്ലേ സ്വർഗം. പിന്നെ ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെന്താ, എല്ലാ മനുഷ്യനങ്ങ് മരിച്ചു കഴിയുമ്പോൾ ഒരു നല്ല ശവസംസ്കാര ശുശ്രൂഷ കിട്ടും. ആൾക്കാരൊക്കെ വന്ന് വാനുകൂളം പുകഴ്ത്തി പ്രസംഗിക്കും. കള്ളുകുടിച്ച് കിടന്നവനാ, കള്ളുകുടിച്ച് അടിപിടി ഉണ്ടാക്കി നടന്നവനാ. കള്ളുകുടിച്ച് അടിപിടി ഉണ്ടാക്കിയൊക്കെ നടന്നു കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ഒരുപാട് ക്രിമിനൽ കേസ് നാടിനും വീടിനും സമൂഹത്തിനും നിയമത്തിനും പ്രശ്നമായി നടന്ന് ജയിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് വീണ്ടും അക്രമത്തിൽ ജീവിക്കുന്ന വ്യക്തി അങ്ങ് മരിച്ചുപോയി. ശരിയാ. മരിച്ചു കഴിയുമ്പോൾ അവിടെ എഴുതി വെക്കും, ഞാൻ മല്ലപ്പുറം തോട്ടം തികച്ചും വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം മേയ്ക്കാൻ വെച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതി വെക്കും. എന്തിനെഴുതുന്നതാണ് നിങ്ങളത്? എന്നിട്ടെന്തോ ഈ പുള്ളി മരിച്ചു. പിന്നെ കൊണ്ടങ്ങ് അടക്കി കഴിഞ്ഞേച്ച് പിന്നെന്ത് ചെയ്യും? പിന്നെ ആ പുള്ളിക്ക് വേണ്ടി കുറെ കർമ്മങ്ങളാകും ചെയ്യും. പിന്നെ പുള്ളി വിശുദ്ധീകരിച്ചപ്പോൾ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അയക്കുക. പിന്നെ അങ്ങോട്ട് തുടങ്ങിയുള്ള നാളുകൾ. അതുകൊണ്ടൊന്നും മരിച്ച ആളിന് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല സഹോദര. വേദപുസ്തകത്തിൽ, സത്യവേദ പുസ്തകത്തിൽ, നിന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് കാണിക്കാൻ കഴിയുമോ? നീ നിന്റെ ജനത്തെ പറഞ്ഞ് കബളിപ്പിക്കരുത്, നിന്റെ ജനത്തെ പറഞ്ഞ് പഠിപ്പിക്കരുത്. ഏക സത്യ ദൈവമായിരിക്കും നിന്റെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവനോട് നിത്യജീവൻ പ്രാപിച്ച് യേശുവാണ് ഏക സത്യ ദൈവം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് യേശുവാണെന്ന് നീ അറിയുന്നില്ലെങ്കിൽ, അവന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുന്നില്ലെങ്കിൽ, ഈ ഭൂമി നീ ജീവിക്കുമ്പോൾ ചെയ്തു കൂട്ടിയതിനെല്ലാം തക്ക പ്രതിഫലം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പ് അനുഭവിക്കുന്നത് മേടിക്കേണ്ടി വരും. ഈ അവസാനം ചെയ്യുന്നു നരകമാണ്. പാപി ഒരിക്കലും സ്വർഗത്തെ ചെല്ലത്തില്ല. അല്ലേലിയ. പാപിക്ക് ഒരിക്കലും സ്വർഗത്തെ ചെല്ലാൻ പറ്റില്ല. പാപിക്ക് പാതാളമാണ് പാർപ്പിടം. അതുകൊണ്ടാണല്ലോ ദൈവം നേരത്തെ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ക്രൈസ്തവ വിശ്വാസം നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ ഒരുപാട് മദ്യപിക്കുകയും പ്രശ്നം സൃഷ്ടിക്കുകയും ബഹുണ്ട കേസും വഴക്കും കോടതി കേട്ട് നടന്നു. അപ്പോൾ എൻ്റെ ചിന്ത മരിച്ചാലങ്ങ് സ്വർഗത്തിൽ പോകുമെന്നാണ്. പക്ഷേ ഞാൻ വേദ പുസ്തകം അറിഞ്ഞപ്പോൾ ഏകസത്യ ദൈവമായ നിന്റെ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് നിത്യജീവൻ എന്ന് പറയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിടുപ്പ് യേശു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പണ്ടേ ഞാൻ മരിച്ചു പോയെങ്കിൽ അന്നേ ഞാൻ ചെന്നേനെ നരകമതി എന്ന് പറഞ്ഞ പോലെ, നരകം പാട്ടുകാരൻ പാടില്ലേ, അന്നേ ഞാൻ മരിച്ചു പോയെങ്കിൽ അല്ലേ. അതേപ്രിയരെ, എൻ്റെ ജീവിതത്തിലേക്ക് യേശു വന്നതാണ്. ഏറ്റവും വിലപിടിപ്പുള്ള യേശു വന്നതാണ് ഞാൻ ഈ ദൈവത്തെ പ്രസംഗിക്കുക. അല്ലാതെ ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതുകൊണ്ടോ, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചപ്പെട്ടത് എൻ്റെ പേര് പാപ്പത്തിൽ നിൽക്കുന്നതൊന്നും സ്വർഗ്ഗം എനിക്ക് കിട്ടത്തില്ല. മദ്യപാനിയായിരുന്നു, വെറുക്കൂത്തുകാരനായിരുന്നു, ദുർനടപ്പുകാരനായിരുന്നു, സകല അശുദ്ധമായി വഴിയിലൂടെ ജീവിച്ച് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാൻ എനിക്ക് തന്നെ ലജ്ജ വേണ്ടേ? ശരിയാ. അന്ന് ലജ്ജയില്ലാതെ നടന്നു. ലജ്ജയില്ലാതെ പറഞ്ഞ് ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകുമെന്ന്. എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച മുയലിൽ 2 കൊമ്പുണ്ടെന്ന് ഞാൻ വാദിക്കുന്ന പോലെ ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകുമെന്നൊക്കെ ഞാൻ പലരോടും പറഞ്ഞു. പക്ഷേ ഞാൻ മരിച്ച നരകത്തിലേ പോകുമെന്നുള്ളൊന്ന് അന്ന് പലരോട് പറഞ്ഞ് വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെ ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നു. അപ്പം 10 ദ്രഹ്മയിലൊന്ന് കാണാതെ പോയ ഒരു ദ്രഹ്മയ്ക്ക് വേണ്ടി വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി അത് കിട്ടിയ തന്റെ അയൽക്കാരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടെല്ലാം വിവരം അറിഞ്ഞ് സന്തോഷിച്ച് ആ സഹോദരിയെ പോലെ നിനക്ക് നഷ്ടപ്പെട്ടു പോയി യേശുവിനെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. നിനക്ക് നഷ്ടപ്പെട്ടു പോയ യേശുവിനെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാതെ ക്രൈസ്തവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് കള്ളുഷാപ്പിലും ബീവറേജിലും ബാറിലും പോയി ബാറിന്റെ പിടിക്കലും പോയി വീട്ടിൽ മേടിച്ചു കൊണ്ട് വെച്ച് കുടിച്ച്
പുളച്ച് മതിച്ച് ജീവിച്ചിട്ട് പറയാ സ്വർഗത്തിലേക്ക് പോകുമെന്ന്. അതൊക്കെ എന്തോ വാക്കുകളല്ലേ, എങ്ങനെ വിവരമില്ലാതെ ഇങ്ങനെ പറയും? വിവരമില്ലാതല്ലേ സംസാരിക്കുന്നത്? അല്ലേലിയ. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ യേശു നഷ്ടപ്പെടരുത്. അല്ലേലിയ. കാൽവരി ക്രൂശിൽ മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച് അവനെ വീണ്ടെടുപ്പുകാരനെ സ്വീകരിച്ച് അവൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുകിയ ആ രക്തത്താൽ നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി വിശുദ്ധ ജീവിതം നയിച്ച് മരണം വരെ, അതോ കർത്താവിന്റെ വരവരെ ഈ ലോകത്തൊന്ന് വേർപെട്ട് ജീവിക്കണം. ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിലും വേർപാട് നീ പാലിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന നിനക്ക് മാത്രമേ ആ ഏറ്റവും വിലപിടിപ്പുള്ള യേശുവിനെ നിന്റെ ജീവിതത്തിൽ ചേർത്തുകൊണ്ട് നടക്കുന്നെങ്കിൽ, നീ അവനോട് ചേർന്ന് നടക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം നിനക്ക് കാണാൻ കഴിയുള്ളൂ. എത്താൻ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വിരോധമായി ഏതെങ്കിലും മതമുണ്ടെങ്കിൽ ബൈബിൾ എന്തെങ്കിലും എന്നോടും കൂടെ പറഞ്ഞ് ഞാനും കൂടെ പഠിക്കട്ടെ. നിങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കുക. നിങ്ങൾ ജീവിച്ചോടെ ജീവിച്ചതാ. ഞാൻ ഒട്ടും നല്ലവനായിരുന്നു. ഭയങ്കര മുഴുമത്തിവാരിയായിരുന്നു, കിറുക്കനായിരുന്നു. ശരിയാ, പ്രാന്തൻ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയായിരുന്നു. വെള്ളം അടിച്ച പിന്നെ പ്രാന്ത. ചിലർക്ക് വെള്ളം അടിച്ച പ്രാന്ത. എനിക്ക് വെള്ളം അടിച്ചപ്പോൾ കിറുക്കായിരുന്നു, പ്രാന്തായിരുന്നു. ഈ മയക്കുമരുന്നൊക്കെ അടിച്ചും ഇതൊക്കെ പ്രാന്തനായിട്ട് നടന്നു. അതിൽ നിന്ന് ദൈവം എനിക്ക് ഒരു നിത്യജീവൻ തന്നത്, സുബോധത്തിന്റെ ആത്മാവിനെ തന്നത്. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സുബോധത്തിന്റെ ആത്മാവ് നിറയപ്പെട്ടു. കാണാതെ പോയ രമ്മയെ ആമി തിരിച്ചു കിട്ടിയ സ്ത്രീയെ പോലെ അല്ലേലും ഞാൻ സന്തോഷം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവതന്ത്രപാഠം മധ്യേ സന്തോഷമുണ്ടാവുന്ന വചനത്തിൽ എഴുതി വെച്ചത്. കാണാതെ പോയതായിരുന്നു, ഞാൻ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. പക്ഷേ കർത്താവിനെ കണ്ടപ്പോൾ അവൻ എൻ്റെ വലം കൈ പിടിച്ചപ്പോൾ, അല്ലേലിയ, ഞാൻ മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ, മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവദൂതന്മാരുടെ മധ്യേ എന്നെ കുറിച്ച് വളരെ സന്തോഷം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ സ്വർഗമാണ് സന്തോഷിക്കുന്നത്. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇസ്രായേലിൽ വലിയ ന്യായാധിപതി, ഇസ്രായേലിനെ ഭരിക്കാൻ ദൈവം ഒരുപാട് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. ശിംശോനെ കുറിച്ച് അല്ലറിയ ന്യായാധിപന്മാരുടെ പുസ്തകം 13-14 വായിച്ചിട്ടും കാണാൻ കഴിയും. അപ്പം നല്ലൊരു ന്യായാധിപതി ശിംശോൻ. സ്വാഭാവികമായ ശക്തിക്കപ്പുറമുള്ള ഒരു വലിയ ശക്തി, അമാനുഷികമായ ചില ശക്തിയാൽ ശിംശോൻ നിറയപ്പെട്ടിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാസറുവതക്കാനായിരുന്ന ശിംശോൻ അമാനുഷികമായ ശക്തിയിൽ നിറയപ്പെട്ടവനായിരുന്നു. അല്ലേലിയ. അങ്ങനെ അമാനുഷികമായ ഒരു മഹാശക്തിയാൽ നിറയപ്പെട്ട ഈ ശിംശോൻ, അല്ലേലിയ, തന്നിൽ കൂടെ ദൈവം പലതും ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലേലിയ, ഒരു കഴുതയുടെ ഒരു താടിയെല്ലുകൊണ്ട് 1000 ഫിലിസ്തീനെ കൊന്നവനവൻ. ഒരു കഴുതയുടെ പച്ച താടിയിലുണ്ട് 1000 പേരെ കൊന്നു. അല്ലേലിയ. സ്തോത്രം. എന്നാൽ ഒരു ദിവസം കർത്താവ് അവനിൽ നിന്നും അകന്നപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ശക്തിയെല്ലാം അവനെ വിട്ടുപോയി. അല്ലേലിയ. സ്തോത്രം. ഒരു കഴുതയുടെ എല്ലുകൊണ്ട് 10,000 സ്തോത്രം. സ്തോത്രം. ഫിലിസ്തീനെ കൊല്ലുവാന്നൊക്കെ 1000 ഫിലിസ്തീനെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ എന്താ? 1000 ഫിലിസ്തീനെ കൊന്നും ഒരു കഴുതയുടെ താടിയിലും ഉണ്ടാകും. അവൻ പിന്നീട് എന്ത് ചെയ്തു? അമാനുഷികമായ ഒരു ശക്തി ഉണ്ടായിരുന്നവൻ, അസാധാരണമായ ശുശ്രൂഷ ചെയ്തവൻ, ദൈവം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നാസിറതക്കാനായി തെരഞ്ഞെടുത്തവൻ, അവൻ ദലീല എന്ന് പറയുന്ന മഹാവേശിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയത് കൊണ്ട് എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന അമാനുഷികമായ ശക്തി നഷ്ടപ്പെട്ടു പോയി. അസാമാന്യമായ ഒരു കഴിവുണ്ടായിരുന്ന ആദാമിന് നഷ്ടപ്പെട്ടു പോയി. അവന്റെ ശക്തി എവിടെയെന്ന് ദലീല ചോദിച്ചവനത് പറഞ്ഞു കൊടുത്തു. അവൾ ഫിലിസ്തീനെ വിളിച്ചു. അവന്റെ തലയിലെ ചേട്ടം മുറിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന് കഴിഞ്ഞില്ല. അപ്പോൾ ഫിലിസ്തീനെ വിളിച്ചവർ വന്ന് അവനെ പിടിച്ചു. അവന്റെ കണ്ണ് പൊട്ടിച്ച് ചെങ്ങലയിൽ ബന്ധിച്ച് മാവ് കുഴയ്ക്കുന്ന ജോലിക്ക് അതിന് കൊണ്ടുപോയെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിച്ച കാണാൻ കഴിയും. 15-ലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിനക്കുണ്ടായിരുന്ന ഒരു അസാമാന്യമായ കഴിവ്. അപ്പൊ ശിംശോന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുണ്ടായിരുന്ന
യഹോവയായ ദൈവം അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ജീവിതം പരാജയപ്പെട്ടു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ക്രൈസ്തവ സമൂഹത്തിൽ നിൽക്കുന്ന വിശ്വാസികൾ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെടും, വ്യഭിചാരത്തിൽ വീഴുമ്പോൾ അവന്റെ ഉള്ളിലെ ക്രിസ്തുവിന്റെ ദൈവിക സ്ഥാനം നഷ്ടപ്പെടുന്നു. അവൻ സാത്താന് വിധേയപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ വ്യഭിചാരം എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൽ വരികരുത്. അതിൽ നീ വിധേയപ്പെടരുത്, അതിൽ സന്തോഷിക്കരുത്, നീ ഇടം കൊടുക്കരുത്, അതിനുവേണ്ടി നീ മോഹിക്കരുത്. നീ അതിൽ വീട് കഴിഞ്ഞ ശിംശോനെ പോലെ നിന്റെ ജീവിതം പരാജയപ്പെടും. ഇതൊക്കെ നമുക്ക് ഒരു ബുദ്ധി ഉപദേശം ദൈവം തന്നതാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ കർത്താവിനോട് ചേർന്ന് വസിപ്പാനൊക്കെ കഴിയണം. നിങ്ങൾ ശിംശോനെ കുറിച്ച് പഠിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രൈസറോ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അങ്ങനെ ശിംശോന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയി, കണ്ണുകൾ പിഴുതെടുത്തു, കൈകളിൽ ഇരുമ്പ് ചങ്ങലയിട്ട് ഒന്നിനും പ്രയോജനമില്ലാത്തവരായി മാറി. പ്രൈസറോ. എന്ന് പറയും 9 അനുഗ്രഹങ്ങൾ നിനക്കുണ്ടായിരിക്കാം. 9 അനുഗ്രഹങ്ങൾ നിനക്കുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ദൈവദാസൻ എഴുതിയിരിക്കുന്നത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 9 അനുഗ്രഹങ്ങൾക്കുണ്ടായിരിക്കാം: ജോലി, കുടുംബം, ധനം, വീട്, അന്തസ്, വാക്ക്, സാമർത്ഥ്യം, പദവി, നിനക്ക് വേണ്ട സ്ഥാനമാണ് എന്നീ തുടങ്ങിയ എല്ലാം ഉണ്ടായിരിക്കാം. ഒന്നുകൂടെ പറഞ്ഞാൽ, ജോലി, കുടുംബം, ധനം, വീട്, അന്തസ്, വാക്ക്, സാമർത്ഥ്യം, പട്ടം ഹല്ലേലൂയ, അഥവാ പദവി എന്നീ തുടങ്ങിയ പല കാര്യങ്ങളും നിനക്കുണ്ടായിരിക്കാം. പലതും നീ സമ്പാദിച്ചേക്കാം. പക്ഷെ അതിനേക്കാൾ മുഖ്യമായ യേശു ക്രിസ്തു നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? എല്ലാ പദവിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാനൊരു ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഇടയനായിട്ട് നിൽക്കുമ്പോൾ, ഈ മാജസ്റ്റായി പാസ്സായി നിൽക്കുമ്പോൾ, എന്റെ ഉള്ളിൽ എനിക്ക് എല്ലാ കഴിവും പ്രാപ്തിയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഒക്കെ നിറച്ചിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള യേശു ഇല്ലെങ്കിലത്തെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കി. എന്റെ ജീവിതത്തിൽ യേശു ഇല്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല, എന്റെ ശുശ്രൂഷ കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള 10 ദ്രഹ്മയിൽ 1 കാണാതെ പോയപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള 10ാമത്തെ ദ്രഹ്മയ്ക്ക് വേണ്ടി അവൾ വീടടിച്ചു മാറി. അത് കണ്ടെടുക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് യേശു നിനക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഹല്ലേലൂയ, യേശുവിനെ ഇത് പകൽ നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ഈ ഒരു പ്രഭാതം കൂടെ ദൈവം നിനക്ക് തന്നത്, കണ്ണ് ചിമ്മി എഴുന്നേറ്റ് നീ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ നിന്നെ അനുവദിക്കുന്നത്, ഈ പ്രഭാതത്തിൽ നീ കാലൂന്നി എഴുന്നേറ്റ് നിൽപ്പാൻ, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ നീ യാത്ര ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ ചിന്തിച്ചോണം, നിനക്ക് യേശു നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഹല്ലേലൂയ മടക്കി കൊണ്ടുവരണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? യേശു നിന്റെ ജീവിതത്തിലില്ലാതെ വന്നതാണ് നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ പരാജയങ്ങൾ, നിന്റെ തലമുറയുടെ പരാജയങ്ങൾ. നീ ചെയ്യുന്നതെല്ലാം നഷ്ടം, നീ ചെയ്യുന്നതെല്ലാം പരാജയം. നിനക്ക് മാത്രമേ, എനിക്ക് മാത്രമേ ഈ ഗതിയുള്ളൂ, എനിക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ഇതെല്ലാം എന്റെ വിധിയാന്ന് പറഞ്ഞ് നീ മാറിയിരിക്കാതെ നിനക്ക് നഷ്ടപ്പെട്ടു പോയി യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിന്റെ ജീവിതം ഉന്നതമായ ഉയർന്ന നിലയിലേക്ക് ദൈവം കൊണ്ടുവരും. രക്തന്റെ വിശ്വസിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അത് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വിലയേറിയ മൂല്യമുള്ള യേശുവിനെ നിന്റെ ജീവിതത്തിൽ നിൽക്കാൻ സ്വീകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ. അപ്പൊ 9 വരങ്ങൾ നിനക്കുണ്ടായിരിക്കാം, 9 ഫലങ്ങൾ നിനക്കുണ്ടായിരിക്കാം. യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 3:20 വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അകത്ത് വരിക, അവൻ എന്നോട് ഞാൻ അവരുടെ താഴെ കഴിക്കുമെന്ന്. അത് യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ, ഏറ്റവും വില കൂടി ഏറ്റവും മൂല്യമുള്ള യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കുന്നെങ്കിൽ, സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവ്, യുവതി യുവാക്കന്മാരുടെ ലോകത്തിന്റെ മോഹങ്ങൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ, ഇവിടുത്തെ ഇമ്പങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാതെ എനിക്കിവിടെ എല്ലാം ഉണ്ട്, ഒന്നിനും ഒരു കുറവില്ല, ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ ഉത്തമനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അത് നടക്കുമ്പോൾ നീ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ യേശു ഉണ്ടോ? ഇല്ലെങ്കിൽ അവൻ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടും. നിന്ന് പകർന്ന് യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. ഒരുപക്ഷെ നീ കേരളത്തിലോ ഭാരത വിദേശ രാജ്യങ്ങൾ വലിയ സൗദങ്ങളിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കാം. നിനക്ക് തിന്നാൻ നിന്റെ തലമുറയ്ക്ക് തിന്നാൻ 4 തലമുറയ്ക്ക് നീ സ്വരൂപിച്ച് നീ വെച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് സ്തോത്ര നന്മകൾ ഉറവിടം നിനക്കുണ്ടായിരിക്കാം. പക്ഷേ യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? ഈശ്വരോ,
യേശുവിനെ ജീവിതത്തിൽ കൊണ്ടുവരണം. പ്രൈസറോ പ്രൈസറോ ഹല്ലേലൂയ. ഞാനൊക്കെ യേശുവിനെ കണ്ടുമുട്ടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ്. ഹല്ലേലൂയ. ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ലോകം പോലും എനിക്കെതിരെ വിധി എഴുതി ഞാൻ ഒരിക്കലും നന്നാക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെയൊക്കെ ജനം ശപിച്ചിട്ടുണ്ട്, പ്രാഗിയിട്ടുണ്ട്. നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസറോ ഹല്ലേലൂയ. അങ്ങനെ എന്നെ ശപിച്ചിടത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ മൂല്യമുള്ള യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നപ്പോൾ എന്നെ പരിഹസിച്ചവരും മാറ്റിവിട്ടവരെന്നെ ശപിച്ചവരുടെ മുമ്പിൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ യേശുവാണ് ഞാൻ പറഞ്ഞു. സ്തോത്രം. കാണാതെ പോയ രമ്യയ്ക്ക് വേണ്ടി അവളുടെ ആഗ്രഹം കണ്ടെടുക്കാൻ വേണ്ടി അല്ലേലും യേശു ഹൃദയത്തിൽ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആ സ്ത്രീക്ക് വെള്ളിക്കാശ് അന്വേഷിക്കുന്നതിന് വേണ്ടി വിളക്ക് കത്തിച്ചു എന്ന അപ്പൊ സദൃശവാക്യം വായിക്കുന്നത് കാണുന്നുണ്ട്. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചമാകുന്നു. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചമാകുന്നെന്ന് സദൃശവാക്യം 6:23 കാണുന്നത്. കൽപ്പന എന്താണ്? ഒരു ദീപമാണ്. ഉപദേശം എന്താണ്? ഒരു വെളിച്ചമാണ്. 119 സംഗീതം 105 വാക്യം വായിക്കും ഇങ്ങനെ: നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലാണോ നീ ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ അനുഭവം നിനക്കുണ്ടോ? ദൈവത്തിന്റെ വചനം നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഹല്ലേലൂയ. വിളക്ക് കത്തിച്ച് പറയും കീഴിൽ അല്ല തണ്ടിന്മേൽ വെക്കുന്നത് പോലെ മത്തായി 5:15 വിളക്ക് കത്തിച്ചിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴിൽ വയ്ക്കുകയോ ചെയ്യാതിരിക്കുന്നത് പോലെ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നിന്റെ ജീവിതത്തിൽ പ്രകാശിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിത ഇരുള് തന്നെയാണ്. പ്രൈസ്. ഈ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യൻ ചന്ദ്രനൊന്നും അല്ല. പകൽ നമുക്ക് സൂര്യന്റെ പ്രകാശം ദൈവം തന്നതായ യേശു തന്നതാ. രാത്രിയിൽ ചന്ദ്രന്റെ പ്രകാശവും കർത്താവ് തന്നതാണ്. എന്നാൽ സൂര്യനെ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്ന സൂര്യനേക്കാളും ചന്ദ്രനേക്കാൾ എത്രയോ മടങ്ങ് പ്രകാശമുള്ള ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ്. ആ സത്യവെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ. യോഹന്നാൻ 1-ാം വായിച്ചാൽ മതി. ഏത് മനുഷ്യൻ പ്രകാശത്തെ വിളിച്ച യേശുവാണെന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിൽ യേശു വന്നാൽ നിന്റെ ജീവിതത്തിൽ ഇരുള് മാറും. പ്രൈസ്. അപ്പോൾ അവർ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചുവായി. ഹല്ലേലൂയ. കാണാതെ പോയ ദ്രഹ്മ കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചു കൂട്ടി. കാണാതെ പോയ ദ്രഹ്മ കണ്ട് കിട്ടിയത് കൊണ്ട് എന്നോട് കൂടി സന്തോഷിപ്പീൻ എന്ന് പറയും. അതെ, ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൽ വെളിച്ചമായി വരുമ്പോൾ നിന്റെ സ്നേഹിതന്മാരെയും അയൽക്കാരികളെ എല്ലാം നീ വിളിച്ചുകൂട്ടി നീ സന്തോഷിക്കണം. ദൈവത്തിന് വചനം ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന തിരുവെഴുത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വായിച്ച് സംഗ്രഹിക്കണം. ക്രിസ്തുവിനെ നിങ്ങൾ അന്വേഷിക്കണം. അവനെ നിങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിൽ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടിയതുപോലെ നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരുപാട് നൊമ്പരങ്ങളൊക്കെ ഉണ്ടായി വചനങ്ങൾ കേൾക്കുമ്പോൾ. കാരണം സത്യം പറയണ്ടേ? സത്യം പറയാതെ എങ്ങനെയും നിങ്ങളെ ഉരുട്ടിത്തെച്ച് വിട്ടിട്ട് കാര്യമുണ്ട്? സോപ്പിട്ട് ശുശ്രൂഷ ചെയ്തിട്ട് കാര്യമുണ്ടോ? പറയേണ്ടത് പറയാതെ വളച്ചൊടിച്ച്, പറയേണ്ടത് പറയാൻ വളച്ചു വെച്ചിട്ട് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ സംസർഗം നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ ഞാൻ ചിന്തിച്ചത് പറയാതിരുന്നാൽ അതിൻ്റെ അലിയ കോപം മുഴുവൻ എന്നോട് ദൈവവും മുഴുവൻ എനിക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങിയാലും ഞാനിത് വിളിച്ചു പറയും. കാരണം ഞാൻ അനുഭവിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൂടി ക്രിസ്തുവിന്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ്. ഏത് മനുഷ്യനും പ്രകാശ സത്യം വിളിച്ച് എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോഴാണ് ഇരുളടഞ്ഞ ജീവിതം എൻ്റെ ഉള്ളിൽ നീക്കിയിട്ട് വെളിച്ചമുള്ള ജീവിതം തന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ ദൈവത്തിന് പ്രസംഗിക്കുന്നത്.
ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര യുവതി യുവാവേ, നീ ചെയ്യുന്നത് തൊടുതെല്ലാം പരാജയം, സങ്കടങ്ങൾ, കണ്ണു ദുഃഖം, നിനക്കെന്നും വേദനയുടെ അനുഭവം, ഒരിക്കലും നിനക്ക് ഉയരുവാൻ കഴിയാതെ നീ തകർന്നിരിക്കുന്ന അനുഭവമാണോ? ആമേ, നിനക്കൊരു ജീവിതമില്ല, ഒരു സന്തോഷമില്ല, നീ ജീവിതത്തിൽ നിരാശയും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുത്ത ഏറ്റവും വിലയുള്ള, ഏറ്റവും മൂല്യമുള്ള യേശുവിനെ നിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം പറഞ്ഞ് കർത്താവിന്റെ എന്റെ ഹൃദയം കൊണ്ട്, കർത്താവേ, അങ്ങേ എനിക്ക് ആവശ്യമാണ്. ഏറ്റവും വിലപിടിപ്പുള്ള യേശു എന്റെ ജീവിതത്തിലേക്ക് വന്ന് എന്റെ ജീവിതത്തിൽ ഇരുൾ മാറ്റി എന്നെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അനുഭവിക്കുന്ന ഇരുളിന്റെ വെളിച്ചത്തിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, സകല ജനത്തെ ദൈവങ്ങൾ ഈ ലോകം മുഴുവൻ ഇരുളിൽ കിടക്കുമ്പോൾ ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കും യേശുവിനെ ഈ ജനത്തിന്റെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാനായി പ്രാർത്ഥിക്കും. 10 രമ്യയിലൊന്ന് കാണാതെ പോയപ്പോൾ അവൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു മാരി ആ രമ്മ കണ്ടുകിട്ടിയപ്പോൾ അയൽക്കാരികളെയും സേതന്മാരെ അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി സന്തോഷിച്ചതുപോലെ കർത്താവിന്റെ ജീവിതത്തെ, പാപം നിറഞ്ഞ ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നും പാഠശാലകൾ ലഹരിക്കും ഈ ലോകത്തിന്റെ ജടികമായ ജീവിതത്തിൽ വീണ ദൈവശാപത്തിൽ കഴിയുന്ന 50 ആളുകൾ ഈ ദിവസങ്ങൾ മടങ്ങി വന്ന എല്ലാ കർത്താവി കോപത്തിന്റെ, ക്രോധത്തിന്റെ, എല്ലാ ശാഠ്യത്തിന്റെ, ബന്ധപ്പെട്ട ഭിന്നതയുടെ, അസൂയയുടെ എല്ലാ കലക്കത്തിന്റെ ആത്മാവും ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന മാനസാന്തരുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിക്കുന്ന പ്രാർത്ഥനയുടെ തലമുറയെ തകർക്കുന്ന, ജനത്തെ കുടുംബത്തെ തകർക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ ജനം വിടുവിക്കപ്പെടുവാൻ ശാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തിനെല്ലാം ഒരു വിടുതൽ കൊടുക്കണമേ. സകല രോഗികളും വിടുവിക്കുന്നത് കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം. എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല വകുപ്പെടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.